പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിലവാരം കുറഞ്ഞ ആളുകളെ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം. എൻ്റെ ഒരു ഐഡിയയിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിലും ഒന്നും ചിലർക്ക് ഒരു കാര്യമില്ല. കാരണം അവർ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലായിരിക്കും മറ്റുള്ളവരോടൊക്കെ പെരുമാറുക. അത് നമുക്ക് ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. അവർ നിലവാരം കുറഞ്ഞ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നിലും ഒരു ആത്മവിശ്വാസവും ഒന്നും ഉണ്ടാവില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ നിലവാരം കുറഞ്ഞ് നമുക്ക് നല്ല ക്വാളിറ്റിയും മോശം ക്വാളിറ്റിയും അതുപോലെ തന്നെ കൂടിയ ക്വാളിറ്റിയും കുറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉള്ളവരെ നമ്മൾ അവരുടെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇവർക്ക് ഉണ്ടാകുന്ന പൊതുവായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസക്കുറവ്, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കണം അല്ലേ. അപ്പോൾ പ്രയത്നിക്കാനുള്ള മടി കാരണമാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുള്ളിലേക്ക് വലിഞ്ഞ് അവർ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൻ്റെ ഫോളോ അപ്പും എപ്പോഴും അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മളൊരു ഒരു ലക്ഷ്യം വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനും പറ്റുകയുള്ളൂ അല്ലേ. നമുക്കൊരു ജീവിതത്തിലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹോംവർക്കൊക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാരായിരിക്കും. അവർക്ക് സ്വയം ഉയരാനൊന്നും അവർ തയ്യാറാകില്ല. എന്നിട്ടോ മറ്റുള്ളവർ ഉയരുന്നത് കണ്ട് അസൂയപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉയരുന്നത് കണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് നടക്കുന്നവർ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബാക്കിലായിരിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയേയില്ല. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് പേടിയാണ്, വിമർശനങ്ങളെ പേടിയാണ്. മറ്റുള്ളവരെന്തു പറയും, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെന്തു പറയും, അവരെന്താണ് വിചാരിക്കുക എന്നൊക്കെ ഉള്ള ആ ഒരു അവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും, ഇതിനെ ചൊല്ലി മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതൊന്നും കേൾക്കാൻ ഇവർക്ക് ഇഷ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരെ ഇവർ കുറ്റപ്പെടുത്താൻ നല്ല ഇൻട്രസ്റ്റ് കൊടുക്കും. ഇവരാണ് ശരി, മറ്റുള്ളവരെ ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആണെങ്കിൽ ഒന്നും ചെയ്യുകയില്ല, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഇവർക്ക് എല്ലാവരോടും പുച്ഛമായിരിക്കും. എന്തോ ഒരു തരം പുച്ഛമായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് എല്ലാം കുറ്റമാണ്, ഞാൻ മാത്രമാണ് വലിയ മികച്ചത് എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കും. ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ പുച്ഛമാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ ഇയാൾ സ്വയം മികച്ചവനാക്കുക. അപ്പോൾ ഞാൻ മാത്രം മികച്ചത്, മറ്റുള്ളവർ അവരെല്ലാം കഴിവ് കുറഞ്ഞവർ എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയാൻ മാത്രം ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ പറയാനുള്ളത്, ആൾക്കാരെന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ അവരെ പറയാൻ വിടില്ല. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കാൻ നിൽക്കും അല്ലേ. എനിക്കാണ് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാനുള്ള ഇതില്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കും. അവരെ ഒന്നും പറയാൻ സമ്മതിക്കില്ല. എനിക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാനുള്ള ഇതില്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് കയറിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വളരെ വിരസമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണും, ഇങ്ങനെയുള്ള ഈ നിലവാരം കുറഞ്ഞ ആൾക്കാർ. പിന്നെ പറയാനുള്ള, ഇവരുടെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് പറ്റൂല. അതായത് ഇവർക്ക് കരച്ചിൽ വന്നാലും സന്തോഷം വന്നാലും ഒക്കെ അതൊന്നും ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് പറ്റൂല. ഇവർ വിചാരിക്കും, ഇപ്പം ഞാൻ കരയുന്നത് കണ്ടാൽ മറ്റുള്ളവരെന്താണ് കരുതുക, അവരങ്ങനെ എന്താണ് കരുതുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർക്കത് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ഇവർ എന്തൊക്കെയല്ലോ കാണിച്ചു കൂട്ടുകയാണ് ചെയ്യുക. അത് വളരെ മോശമായ രീതിയിലാണ് അത് പുറത്തേക്ക് വരുന്നത് അല്ലേ. ശരിക്കും നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് അതിൻ്റേതായ രീതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം അല്ലേ. മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും നമുക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരി എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. എന്നാൽ മറ്റുള്ളവരെ ബോറടിപ്പിക്കാനും പാടില്ല അല്ലേ, നമ്മുടെ സംസാര രീതി കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇവരിങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ കേൾക്കാൻ മറ്റുള്ളവരോട് പറയുകയില്ല. ആരുടെ ബുദ്ധിമുട്ട് കേൾക്കാനോ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ. പിന്നെ വെച്ചാൽ ഇവർ മറ്റുള്ളവർ
മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കരച്ചിലും ചിരിയൊന്നും അടക്കി വെക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ മൂടി വെക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്തത് പറയുകയെന്ന് വെച്ചാൽ എന്തിനും നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാർ. എന്തിനും ഇവർ നെഗറ്റീവ് മാത്രമേ കണ്ടെത്തുള്ളൂ. എന്തൊരു നല്ല കാര്യം തുടങ്ങുന്നുണ്ടെങ്കിലും അതിനു മുന്നേ ഇവർ നെഗറ്റീവ് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ലോകം അവസാനിച്ചു എന്നുള്ള രീതിയിലോ ഇനി ഉണ്ടാവില്ല, ഇനി വരില്ല, ഒരു കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലോ ഇനിയിപ്പോൾ കറണ്ട് ഇനി വരുവേ ഇല്ല എന്നൊക്കെ പറയുന്നില്ലേ, ആ രീതിയിലുള്ള നെഗറ്റീവ് വർത്തമാനം അടിക്കുന്നവർ. എന്തെങ്കിലും ഒരു കാര്യം ഇതായി കഴിഞ്ഞാൽ വെറും നെഗറ്റീവ് സെൻസിൽ എല്ലാം നെഗറ്റീവാണ് ആദ്യം പറയുക. എന്ത് നല്ല കാര്യം നടക്കണമെങ്കിൽ നെഗറ്റീവ് മാത്രം. ഇനി അഥവാ സംഭവിച്ചാൽ തന്നെ അവർ ഈ രീതിയിലാണ് അവർ പെരുമാറുക. അതുപോലെ തന്നെ ഇത്തരക്കാരെന്താണ്, സത്യസന്ധരായിരിക്കില്ല ഒരു കാര്യത്തിലും. അവർ പറയുന്ന കാര്യങ്ങളായാലും ചെയ്യുന്ന കാര്യങ്ങളായാലും ഒരു നല്ല രീതിയിൽ ഒരു ജെന്യൂനായിട്ടുള്ള ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല ഇവരുടെ സംസാരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവർക്കൊരു നല്ല റിലേഷൻഷിപ്പൊന്നും ഇവർക്ക് ഉണ്ടാകില്ല. എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാലൊട്ട് ഇവർ നല്ല കാര്യം ചെയ്യുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതിനെയാണെങ്കിൽ എപ്പോഴും പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ളവരാണോ എന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇത്തരക്കാരെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളും നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.